സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച പ്രകടനവും സമ്മേളനവും നടത്തി. കൃഷ്ണപുരം നോർത്ത്, സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രകടനവും യോഗവും നടത്തിയത്. കൃഷ്ണപുരം നിവാസികളുടെ ചിരകാല സ്വപ്നമായ കൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുവാൻ 3 കോടി രൂപ അനുവദിപ്പിച്ച ജനകീയ സർക്കാരിനും ബഹുസഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജുവിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കൃഷ്ണപുരം നിവാസികളുടെ ചിരകാല സ്വപ്നമായ കൃഷ്ണപുരത്ത് പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് 3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും കായംകുളം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് 160 കോടി രൂപ അനുവദിക്കുകയും ചെയ്ത VD സതീശൻ സർക്കാരിനും എക്സൈസ് മന്ത്രി എം ലിജുവിനും അഭിവാദ്യമർപ്പിച്ചാണ് പ്രകടനവും സമ്മേളനവും നടത്തിയത്. കൃഷ്ണപുരം നോർത്ത്, സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച പ്രകടനവും സമ്മേളനവും KPCC സെക്രട്ടറി N രവി ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കെമിക്കൽ ലാബറട്ടറി കായംകുളത്ത് ആദ്യമായി അനുവദിക്കുവാൻ തുക ബഡ്ജറ്റിൽ കണ്ടെത്തിയിരിക്കുന്നു. ആശുപത്രിയിൽ രോഗികൾക്ക് ആവശ്യമായ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 3 കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കരിയിലക്കുളങ്ങരയിൽ നമ്മുടെ കരിയിലക്കുളങ്ങരയിൽ കായംകുളത്തിന്റെ ഭാഗമായ കരിയിലക്കുളങ്ങരയിൽ ഒരു സഹകരണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുവാനുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ തകർന്നു പോകുന്ന കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്കൂളുകൾ, LP സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ പുതുപ്പണിയിലായാലും പത്തിയൂരായാലും കണ്ടന്നൂരായാലും ഒക്കെ കെട്ടുള്ളവരയിലായാലും ഒക്കെ അവിടൊക്കെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K നാസർ അധ്യക്ഷത വഹിച്ചു. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് K പത്മകുമാർ സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകമായി കൃഷ്ണപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ആഹ്ലാദപൂർണമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ നാട് ഭരിച്ചിരുന്ന ഗവൺമെന്റുകൾക്ക് മുന്നിൽ ഈ നാട്ടിലെ ജനങ്ങൾ കൃഷ്ണപുരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിരവധി നിവേദനങ്ങൾ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റുകൾ തള്ളിക്കളഞ്ഞെടുത്തു നിന്ന് കായംകുളത്തിനൊരു ജനകീയ മന്ത്രിയെ സമ്മാനിച്ചപ്പോൾ കൃഷ്ണപുരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന കൃഷ്ണപുരത്തെ ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി കായംകുളത്ത് മുൻകൈയെടുത്ത് സർവ്വമേഖലയെയും സ്പർശിക്കുന്ന ഈ ബഡ്ജറ്റിൽ 160 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആ ചരിത്ര നിമിഷം നമ്മളേവരും തത്സമയം തന്നെ ടെലിവിഷനിലൂടെ കണ്ടതാണ്. നമുക്കറിയാം, അത് അവതരിപ്പിച്ച ശ്രീ BD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരിക്കലും അദ്ദേഹത്തിന് കൃഷ്ണപുരത്തെ വിസ്മരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഈ ജില്ലയിൽ ആദ്യമായി പങ്കെടുക്കുന്ന സമ്മേളനം നമ്മളെല്ലാവരും ഓർക്കുന്നു. അനിയൻസ് ഓഡിറ്റോറിയത്തിൽ ശ്രീ തച്ചടി പ്രഭാകരന്റെ പേരിലുള്ള അവാർഡിന്റെ വിതരണ സമ്മേളനത്തിലാണ് ഈ ജില്ലയിൽ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെയും UDF-ന്റെയുമായിട്ടുള്ള ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി, തണ്ടളത്ത് മുരളി, K ദേവദാസ്, അസീം ഖാൻ, അജി ഗണേഷ്, നസീർ, ശിവലാൽ, വയലിൽ സന്തോഷ്, രാധാമണി, രാജൻ, ആര്യ, ബോബൻ, രാംകിഷോർ, ഹബീബുള്ള, ബദർ, രഞ്ജിത് കുമാർ, നൌഷാദ്, ഓമനക്കുട്ടൻ, റഹിയാനത്ത്, വിജി, സംഗീത, സിന്ധു, അജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.